സോ ഹായ്, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു 10-15 മിനിറ്റ് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്ത ശേഷം ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് ഫീൽ ആയിട്ടുണ്ടോ? ഇനി വേദായിട്ട് നിങ്ങളുടെ ലൈഫ് ഒട്ടും ഹാപ്പി അല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒട്ടും എക്സൈറ്റിംഗ് അല്ല, നിങ്ങളുടെ ഹൗസ് ഈ സോഷ്യൽ മീഡിയയിലെ ആളുകളുടെ വീട് പോലെ അത്ര ആസ്തറ്റിക് അല്ല, നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾ ഒട്ടും ഓക്കെ അല്ല, നിങ്ങളുടെ ഡയറ്റ് ഓക്കെ അല്ല, അല്ലെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഭയങ്കര ഫെയിലിയർ ആണ്, ആസ് എ പേഴ്സൺ നിങ്ങൾ ഒരുപാട് പിറകെയാണ് എന്നൊക്കെയുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പണ്ടത്തെ കാലം പോലെയല്ല, നമ്മളിപ്പോൾ നമ്മുടെ ലൈഫിന്റെ ഒരു മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലാണ്. നമ്മളൊന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു ബസ്സിന് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ 5 മിനിറ്റ് വെയിറ്റിംഗിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ലൈഫിന്റെ ഒരുപാട് സമയം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ, നിങ്ങൾ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലുമൊക്കെ കുട്ടികളായിട്ട് നമ്മളെ വീട്ടുകാർ കമ്പയർ ചെയ്യല്ലോ. ആ സമയത്ത് നമുക്ക് ആ കമ്പാരിസൺ എന്തുമാത്രം ഹേർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്, നീ അവനെ പോലെ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ നീ അവനെ പോലെ അത്ര ബ്രൈറ്റ് അല്ല, ബ്രില്യൻ്റ് അല്ല എന്നൊക്കെയുള്ള കമ്പാരിസൺസ് നമ്മുടെ ചെറുപ്പത്തിൽ ഒരുപാട് ഹോണ്ട് ചെയ്തിട്ടുണ്ടാവില്ലേ. നമുക്ക് ചെറിയ ചെറിയ അതിലുള്ള ട്രോമാസ് അത് വന്നിട്ടുണ്ടാവും. അപ്പം ഇമാജിൻ, പണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു 1-2-3 മാക്സിമം നമ്മളെ ക്ലാസ്സിലുള്ള ഒരു 20 കുട്ടികളായിട്ട് നമ്മുടെ വീട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുള്ള ആളുകളോ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ ആ കമ്പാരിസൺ നടത്തുന്നത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന 1000-2000 ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ലൈഫ് വെച്ചിട്ടാണ് എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പോൾ അന്ന് നമുക്ക് ആ ഒരു കമ്പാരിസൺ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു വേദന, ആ ഒരു ഇൻസെക്യൂരിറ്റീസ്, ഇത്രയും ആളുകളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈഫ് കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു ഇൻസെക്യൂരിറ്റീസ് എത്ര വലുതാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങളുടെ ആ ഇൻസെക്യൂരിറ്റീസ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഞാൻ പോരാ എന്നുള്ള നിങ്ങളുടെ ആ തോന്നലിലാണ് ആക്ച്വലി സോഷ്യൽ മീഡിയ ജയിക്കുന്നത്. ആ തോന്നലിൽ നിന്നാണ് സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയൊരു ഉപഭോക്താക്കളായിട്ട് നമ്മൾ മാറുന്നത്. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ എങ്ങനെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫ്ലുവൻസേഴ്സിന്റെ ലൈഫ് കാണുന്ന സമയത്ത് ഞാൻ അത്ര പോരാ എന്നുള്ളൊരു ചിന്ത നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ, അതിന്റെ റിയാലിറ്റി എന്താണെന്ന് എപ്പോഴെങ്കിലും ഒന്ന് റീതിങ്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം ഒക്കെ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഒരു 19-20 വയസ്സിലാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ അത്ര ഫെമിലിയർ അല്ല. ഞാൻ സോഷ്യൽ മീഡിയയോട്ട് വരുന്ന സമയത്ത് നല്ല കളർഫുൾ ആയിട്ടുള്ള ഫോട്ടോസ്, എല്ലാവരുടെ അവരുടെ ബെസ്റ്റ് ഫോട്ടോസ്, ബെസ്റ്റ് ലൈഫാണ് കാണിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ എന്നെ കമ്പയർ ചെയ്തിട്ടുണ്ട്. ഇതെന്താണ്, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, എല്ലാവരും ട്രിപ്പ് പോകുന്നു, എല്ലാവരും ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യുന്നു, എൻ്റെ ലൈഫിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, ലൈക്ക് ഐ എം നോട്ട് ഇനഫ്, എനിക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് എൻ്റെ ലൈഫിൽ ഉണ്ട് എന്ന് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിക്കാറുണ്ട്. അപ്പം ഇങ്ങനെ പോകെ എല്ലാവരുടെയും ഹാപ്പി സ്റ്റോറീസ് മാത്രം കണ്ട് എൻ്റെ ലൈഫ് ഭയങ്കര അൺഹാപ്പി ആവാൻ തുടങ്ങി. ഞാൻ എൻ്റെ ചുറ്റുമുള്ള ഒന്നിലും സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളൊരു ഫീല് വന്നു. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു 20,000 രൂപയുടെ ഫോൺ വാങ്ങിച്ചു എന്ന് വിചാരിക്കും. അപ്പൊ 20,000 രൂപയുടെ ഫോൺ ഞാൻ വാങ്ങിക്കുന്നത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും. അപ്പൊ ആ 20,000 ഫോൺ വാങ്ങിയ ഒരു ഹാപ്പിനെസ് സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു 50,000 രൂപയുടെ ഫോൺ വാങ്ങിയിട്ട് അവരത് ഷോ ഓഫ് ചെയ്യുന്ന സമയത്ത്, അപ്പൊ ഞാൻ വാങ്ങിയത് പോരെ, ഞാൻ ഇത് വാങ്ങണം എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളില്ലേ, ആ കിട്ടുന്ന കാര്യങ്ങളിൽ നമ്മൾ ഹാപ്പി അല്ലാതെ പോവുകയാണ്. നമുക്ക് അതിലും കൂടുതൽ വേണം, വി വാണ്ട് മോർ എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയ നമ്മളെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. അതൊരിക്കലും ഡയറക്റ്റ് ആയിട്ടല്ല, ഇൻഡയറക്റ്റ് വേയിൽ നമ്മുടെ ഉള്ളിൽ അത് പതിഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല, ഈ അടുത്ത് ആപ്പിളിന്റെ ഏറ്റവും പുതിയ ഫോൺ ഇറങ്ങിയ സമയത്ത് ഒരു ഓറഞ്ച് ഫോൺ ഇറങ്ങിയല്ലോ. അപ്പൊ അത് പൊതുവെ നമ്മുടെ ഒരു ഗ്രൂപ്പിലൊക്കെ പണ്ട് കാലത്തൊക്കെ ഐഫോൺ ഉണ്ടാവുന്ന ആളുകളുടെ എണ്ണം ഒന്ന് എടുത്തു നോക്കി, എത്ര പേരുടെ കയ്യിൽ ഐഫോൺ ഉണ്ടാവും. പക്ഷെ ഇന്ന് ഐഫോൺ എന്ന് പറയുന്നത് എല്ലാവരുടെ കയ്യിലുണ്ട്. അതും വെറും ഐഫോൺ ആയാൽ പോരാ, എല്ലാവർക്കും ആ ഓറഞ്ച് ഐഫോൺ വേണം. ബിക്കോസ് ദാറ്റ് ഇസ് വാട്ട് സെലിബ്രിറ്റീസ് ആർ യൂസിങ്, ദാറ്റ് ഇസ് വാട്ട് ഇൻഫ്ലുവൻസ് ആർ യൂസിങ്. സോ നമ്മൾ ഭയങ്കരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാണ്. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈഫ് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുകളുടെ ലൈഫിലോട്ട് നമ്മൾ ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്ത് അങ്ങനെ ഒരു ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ലിമിറ്റ്സ് മാറിയിട്ട് നമ്മൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ഇല്ലേ, അത് 100% റിയൽ അല്ല. ഒരു വീഡിയോ എടുക്കുന്നതിന് മുൻപേ, അല്ലെങ്കിൽ ഒരു 1 മിനിറ്റിൽ ഒരു റീല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1 and 2 hour, മേ ബി ഒരു എൻറ്റയർ ഡേ അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. അതിൽ നിന്ന് അവർ എടുക്കുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലിപ്സ് മാത്രമേ ഒരു 30 സെക്കൻഡ്, ഒരു 1 മിനിറ്റ് റീലായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുള്ളൂ. അവിടെ മികച്ച ലൈറ്റിംഗ് ഉണ്ടാവും, അവർ നന്നായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ടാവും, അവരുടെ എല്ലാ കാര്യങ്ങളും, അവരുടെ വീട്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ടാവും. ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള 30 മിനിറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ലൈഫ് നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാനിപ്പോ മെയിൻലി ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഈ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ,
മേ ബി ഞാൻ രാവിലെ എഴുന്നേറ്റു, ഞാൻ എന്നിട്ട് യോഗ ചെയ്തു, ഞാൻ ജിമ്മിൽ പോയി, ഞാനൊരു കോഫി ഉണ്ടാക്കി കുടിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഫുഡ് കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് മേ ബി കുറെയൊക്കെ പുറത്ത് പോയിട്ടൊക്കെ ലൈക്ക് താമസിച്ച് പുറത്തുള്ള അവരുടെ ലൈഫൊക്കെ കാണിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്ത് അടിപൊളിയാണ് അവരുടെ ലൈഫ്, എന്ത് ചിട്ടയായിട്ട് ഇവർ ജീവിക്കുന്നത്, നമ്മുടെ ലൈഫിൽ നമ്മൾ ഇങ്ങനെയല്ലല്ലോ ജീവിക്കുന്നത് നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, ഇവർ രാവിലെ വേക്കപ്പ് ചെയ്യുന്ന സീൻ വെച്ചായിരിക്കും ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവര് ചുമ്മാ വേക്കപ്പ് ചെയ്യുന്ന എണീക്കുന്ന സമയത്ത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന്റെ പിറകിൽ ഒരാൾ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ക്യാമറ അവരെ കൊണ്ടുവെക്കുന്നുണ്ട് എന്നുള്ള കാര്യം എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല? ഇവരൊരു വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇവരൊരു വീഡിയോ കുക്ക് ചെയ്യുന്ന സമയത്ത്, ഇവർ ജിമ്മിൽ പോകുന്ന സമയത്ത്, ഇവർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, എവറി സിംഗിൾ ടൈം ഈ ക്യാമറ ഇവരെ പ്ലേസ് ചെയ്ത് ഇവർ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന ഒരു ആക്ട് ആണിത്. ഇപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാന്ന് വിചാരിക്കും, നിങ്ങൾക്ക് ഒരു 100 ഫോട്ടോന്ന് അല്ലെങ്കിൽ ഒരു 20 ഫോട്ടോ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഹാഫ് ആൻ അവർ എങ്കിലും സ്പെൻഡ് ചെയ്തിട്ടുള്ള ബെസ്റ്റ് ഫോട്ടോ എഡിറ്റ് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് ഫിൽറ്റർ കയറ്റി അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം മാത്രമേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യുള്ളൂ. നിങ്ങൾ റാൻഡായിട്ട് നിങ്ങളുടെ ഫോൺ നോക്കി എന്നാൽ ഈ ഫോട്ടോ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടാം എന്ന് പറഞ്ഞ് നമ്മൾ ഇടില്ലല്ലോ. നമ്മൾ എപ്പോഴും നമ്മുടെ ബെസ്റ്റ് സൈഡ് മാത്രമേ ആളുകളെ കാണിക്കാൻ ശീലിച്ചിട്ടുള്ളൂ. ആ ബെസ്റ്റ് സൈഡ് കാണിക്കുന്ന സമയത്ത് അവർ എൻറ്റയർലി ജീവിക്കുന്നത് ഇങ്ങനൊരു ലൈഫാണ് നമ്മൾ കൺവിൻസ് ആവുകയാണ്. അങ്ങനെ ഒരു ലൈഫിന് വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ബെറ്റർ ലൈഫ് ഉണ്ടാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇറ്റ് ഇസ് നോട്ട് ഫോൾട്ട്. അല്ലെങ്കിൽ ബെറ്റർ ലൈഫ് ഉണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നല്ല സൈഡ് ആളുകളെ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ റിയാലിറ്റി എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് ഏത് മനുഷ്യരെ വെച്ചിട്ടാണ് എന്നുള്ള ചിന്ത കൂടി നമുക്ക് വേണ്ടതുണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ 27 വയസ്സിൽ പല കാര്യങ്ങളും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ള എൻ്റെ ടൈമിങ്, അല്ലെങ്കിൽ ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുള്ള എൻ്റെ ഡേയ്സ്, ഇതൊന്നും മേ ബി ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഞാൻ എൻ്റെ ഒരു അച്ചീവ്മെന്റ് മാത്രമായിരിക്കും പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. മേ ബി ഞാൻ ഈ 27 വയസ്സിൽ ഈ ഒരു കാര്യം ഞാൻ നേടിയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു 19-20 വയസ്സ് മുതൽ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഹാർഡ് വർക്കും എനിക്കുണ്ടായിട്ടുള്ള ഫെയിലിയേഴ്സും ഒക്കെ അവിടെ വാനിഷ് ആയി പോവാണ്. എൻ്റെ സക്സസ് മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ കാണുന്നത്. അപ്പൊ ഓഫ് കോഴ്സ് ആളുകൾ 27 വയസ്സാകുമ്പോഴത്തേക്ക് ഇവളിത് നേടി, പക്ഷെ ഞാനൊന്നും നേടിയില്ല എന്ന് വെച്ചിട്ട് വളരെ കോൺഷ്യസ് ആയിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോ ഞാൻ ഈ അടുത്ത് കണ്ടിട്ടുള്ള ഒരു റീലാണ്. അപ്പൊ ഒരു ലേഡി അവരുടെ ലൈഫിൽ എല്ലാ സമയം ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവള് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറെ പണികൾ ഇവരെ വീട്ടിൽ ഇവർ ചെയ്യുന്നുണ്ട്. ഇവർ റെസ്റ്റ് എടുക്കുന്നതായിട്ട് നമുക്ക് തോന്നുകയില്ല. ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് റീൽ ഉണ്ടാവും. ഈ റീൽ ഇവർ ഫുൾ ടൈം വർക്കിംഗ് ആണ്. എന്നിട്ട് ഇവർ പറയാം നമ്മൾ പണിയെടുക്കണം, നമ്മൾ മരിക്കുന്നവരെ പണിയെടുക്കണം, നമ്മൾ ടയേർഡ് ആവുന്നവരെ പണിയെടുക്കണം, വെറുതെ ഇരിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. ആൻഡ് ഇങ്ങനെ കാണുന്ന സമയത്ത് ഈ ഓവർ പ്രൊഡക്ടിവിറ്റി എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ട്. ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതെന്താണത്, ഇവർ ഭയങ്കര പ്രൊഡക്റ്റീവ് ആണല്ലോ, നമ്മുടെ ലൈഫിൽ ആ പ്രൊഡക്ടിവിറ്റി കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ലേസി ആണോ എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള കുറെ ആളുകളുടെ ലൈഫ് ഉണ്ട്. ഇവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുന്നുണ്ടാവും, നന്നായിട്ട് മേക്കപ്പ് ചെയ്യുന്നുണ്ടാവും, ഇവർ കോൺസേർട്ടിന് പോകുന്നുണ്ടാവും, ഇവർ ആസ്തറ്റിക് ആയിട്ടുള്ള കഫേസിൽ പോയിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, ഇവരുടെ പാർട്ടീസിന് പോകുന്നുണ്ടാവും. അങ്ങനെ ഇവരുടെ ലൈഫ്, ഇവരുടെ ബർത്ത്ഡേസ്, ഇവരുടെ വെഡിങ്സ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ടാവും. അപ്പൊ നമ്മളിത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് എന്തോ ഒരു കുറവുണ്ട്, നമ്മുടെ വെഡിങ് ഇങ്ങനെ തന്നെ വേണം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ അടുത്ത് റീസെന്റ് ആയിട്ട് കേട്ടിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. ഈ മലബാർ ഏരിയയിലൊക്കെ മുസ്ലിം കല്യാണത്തിന് ഒരു പയ്യൻ പിന്മാറുകയാണ്. കാരണം പറയുന്നത് ഈ പെണ്ണിന്റെ ഡിമാൻഡ്സ് ഇവരെ താങ്ങാൻ പറ്റുന്നില്ല, ഐഫോൺ തന്നെ വേണം ഇവർക്ക് എൻഗേജ്മെന്റ് സമയത്ത് അല്ലെങ്കിൽ ഉറപ്പിക്കലിന്റെ സമയത്ത് എന്ന് വാശി പിടിക്കുകയാണ്. അപ്പം സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പൊ ഈ ഫാമിലിയിൽ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് ഒരു ഐഫോൺ ഉണ്ടായാൽ മാത്രമേ ഇപ്പൊ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാൾ എനിക്ക് ഐഫോൺ വാങ്ങിച്ചെന്നാൽ മാത്രമേ എന്റെ ലൈഫ് സെറ്റ് ആവുന്നുള്ളൂ എന്നുള്ളൊരു തോട്ട് എവിടെ നിന്നാണ് വന്നത്? ഈ തോട്ട് കൊടുക്കുന്നത് സോഷ്യൽ മീഡിയ. അവളുടെ ഫ്രണ്ട്സ്, അവളുടെ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ ഇത് ചെയ്യുന്നത് അവൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു ലാക്ക് വരുവാണ്. ഇത് കിട്ടിയാൽ മാത്രമേ എന്റെ ലൈഫ് നല്ലതായിട്ടുള്ളൂ എന്നുള്ളൊരു കമ്പാരിസൺ അവിടെ വരുവാണ്. അപ്പൊ ഞാൻ എന്റെ കല്യാണം നടത്തുന്ന സമയത്ത് ഞാൻ എന്റെ കല്യാണത്തിന്റെ ഫോട്ടോസ് മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ആ ഫോട്ടോസ് നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും സൂപ്പർ ആയിട്ടുള്ള ഫോട്ടോസ് ആണ് ആക്ച്വലി. അപ്പൊ ഈ ഫോട്ടോസ് കാണുന്ന സമയത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള, ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള ഒരു വെഡിങ് ആയിരുന്നു എൻ്റെ എന്ന് നിങ്ങൾ വിചാരിച്ചേക്കാം. പക്ഷേ ഞാൻ ഒരിക്കലും അതിന്റെ ബിഹൈൻഡ് ദ സീൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ അതിൽ വലിയ റീൽസ് ആയിട്ട് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഫോട്ടോസ് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അത് വളരെ ഒരു സിമ്പിൾ വെഡിങ് ആയിരുന്നു. ഒരു 100-150 പേര് മാത്രം പങ്കെടുത്തുള്ള ഒരു വെഡിങ് ആയിരുന്നു. ഫോട്ടോസ് നല്ല ഫോട്ടോസ് ആണ്, ഐ ലുക്ക് ഹാപ്പി ഇൻ ദോസ് ഫോട്ടോസ്. പക്ഷെ റിയാലിറ്റിയിൽ ആ കല്യാണത്തിന്റെ തലേ ദിവസം ഹൽദീന്റെ ഉച്ചയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. എനിക്ക് പ്രഷർ താങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് അറിയില്ല, എങ്ങനെയെങ്കിലും ഈ ഒരു ദിവസം ഒന്ന് കഴിഞ്ഞു പോയാൽ മതി എന്നുള്ള രീതിയിൽ അത്ര എക്സോസ്റ്റഡ് ആയിരുന്നു ഞാൻ. അത്ര ഹാർട്ട് ബ്രേക്ക്
ഹാർട്ട് ബ്രേക്ക് ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ ആയിരുന്നു ഞാൻ കടന്നു പോയിട്ടുണ്ടായത്. എന്റെ കല്യാണത്തിന്റെ തലേ ദിവസം കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെയിലത്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട്. ഇമാജിൻ. അപ്പൊ ഈ ഒരു റിയാലിറ്റി, ഈ ഒരു സൈഡ് ഓഫ് സാധനം ഒരിക്കലും സോഷ്യൽ മീഡിയ കാണുന്നില്ല. എന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രസ്സ്, എന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെയർ, എന്റെ ഹാപ്പി ഫേസസ് മാത്രമേ നിങ്ങൾ സോഷ്യൽ മീഡിയ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത്, ഇങ്ങനെ നമ്മൾ കാണുന്ന കാര്യങ്ങൾ വെച്ച് നമ്മുടെ ലൈഫ് കമ്പയർ ചെയ്യുന്നതിൽ ഒരു കാര്യവുമില്ല. ഒരാളുടെ ബെസ്റ്റ് 30 മിനിറ്റ്സ് അല്ലെങ്കിൽ ബെസ്റ്റ് ഫോട്ടോസ് ഒരിക്കലും അയാളുടെ റിയൽ ലൈഫ് അല്ല. അയാളുടെ ലൈഫിൽ ഇപ്പൊ നമ്മൾ ചില കപ്പിൾസിനെ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഫോട്ടോസ് പോസ്റ്റ് ചെയ്യും. എന്റെ ഭർത്താവ് ഒരു ഗ്രീൻ ഫോറസ്റ്റ് ആണ്, അല്ലെങ്കിൽ എന്റെ ഭാര്യ എന്ന് പറയുന്നത് എന്റെ പെർഫെക്റ്റ് വൈഫാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഇവർ കുറെ പോസ്റ്റും വീഡിയോസും ചെയ്യും. മേ ബി ഇവര് എങ്ങനെയാവണം റിലേഷൻഷിപ്പ് എന്നുള്ളതിനെ കുറിച്ചുള്ള അഡ്വൈസ് ആയിട്ടുള്ള വീഡിയോസ് വരെ ഇവർ പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കാണും. സെക്കൻഡ് ഡേ, മേ ബി അനദർ ഡേ നമ്മൾ മനസ്സിലാക്കണം ഇവർ ഡിവോഴ്സ് ആയിരുന്നു. അപ്പൊ നമ്മൾ ആലോചിക്കാറില്ലേ, ഇങ്ങനെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈഫുള്ള ഒരു മാരേജ് ഡിവോഴ്സ് ആയിന്ന്. അപ്പൊ ഇവരൊരിക്കലും ഇവരുടെ ലൈഫിൽ നടക്കുന്ന വിഷമങ്ങള്, സങ്കടങ്ങള് ഇതൊന്നും എവിടെയും ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിന്റെ റിയാലിറ്റി. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സമയത്ത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് ഫീൽ ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു മൊമെന്റ് മുതൽ ഞാൻ എപ്പോഴും ആലോചിക്കായിരുന്നു, മനുഷ്യന്മാരുടെ ലൈഫിൽ എന്താ സങ്കടങ്ങളില്ലേ, ഇവർക്ക് എന്താ പരാജയങ്ങളൊന്നും ഉണ്ടാവുന്നില്ലേ, എന്തുകൊണ്ടാണ് ആ ഒരു ഡാർക്ക് സൈഡ് ഓഫ് ലൈഫ് ഇവർ ഒരിക്കലും എവിടെയും കാണിക്കാത്തത്? മേ ബി അത് ആളുകളുടെ ചോയ്സുമാണ്. ലൈക്ക് എനിക്ക് സന്തോഷം മാത്രം കാണിച്ചാൽ മതി എന്നുള്ളത് അവരുടെ ചോയ്സ് ആയിരിക്കാം. പക്ഷെ നമ്മൾ ആസ് എ റിസീവർ സൈഡിൽ നമ്മൾ ഈ സന്തോഷങ്ങള്, ഹാപ്പിനെസ് അല്ലെങ്കിൽ അവരുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് മാത്രം കാണുന്ന സമയത്ത് നമ്മളത് ഭയങ്കരമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയിലോട്ട് വരുന്ന സമയത്ത്, ഞാനൊരു കണ്ടന്റ് ക്രിയേഷനിലോട്ട് വന്ന സമയത്ത് എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു എന്റെ പരാജയങ്ങള്, എന്റെ തോൽവികള്, എന്റെ പരാജയങ്ങള്, എന്റെ ഡാർക്ക് സൈഡ്സ് അല്ലെങ്കിൽ എന്റെ വൾണറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ്, ഞാൻ എന്തൊക്കെ അച്ചീവ് ചെയ്യുന്ന സമയത്തും ആ അച്ചീവ്മെന്റ്സിന്റെ പിന്നിൽ ഞാൻ നടത്തിയിട്ടുള്ള ഹാർഡ് വർക്ക്, എനിക്ക് കിട്ടിയിട്ടുള്ള റിജക്ഷൻസ്, ഇതും കൂടെ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അറിയണം, അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾ അറിയണം എന്നുള്ള ഒരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു തവണ എനിക്ക് എന്റെ ജോലി പോയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എക്സോസ്റ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് ഒരു പോസ്റ്റ് ഇടുണ്ടായി. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായി, നീ എന്തിനാണ് നിന്റെ ഈ വിഷമങ്ങളും ദാരിദ്ര്യമൊക്കെ വന്നിട്ട് സോഷ്യൽ മീഡിയ പറയുന്നത്? ഇതൊക്കെ കാണാനും കേൾക്കാനും ആളുകൾക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല എന്ന്. മേ ബി ആളുകൾ ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ല, പക്ഷേ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മുടെ ലൈഫ് കണ്ടിട്ട് ഇൻസ്പയർ ആവുന്ന ആളുകളുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആളുകളടുത്ത് എനിക്ക് പറയണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ലൈഫ് എന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ എൻഡിൽ കാണുന്ന സക്സസ് മാത്രമല്ല, ഞാൻ ഇങ്ങനെ പരാജയങ്ങളിലൂടെ കൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്, ഇങ്ങനെയുള്ള പരാജയങ്ങൾ കൂടെ ചേർന്നിട്ടാണ് എനിക്ക് അവസാനം ഒരു സക്സസ് കിട്ടിയത് എന്ന് എനിക്ക് ആളുകളടുത്ത് പറയണം എന്നുള്ളത് കൊണ്ട് ഈ ഒരു മൊമെന്റ് വരെ, ഇത്രയും കാലം ഞാനൊരു 5 വർഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇത്രയും കാലം ഞാൻ ഒരിക്കലും എന്റെ ഹാപ്പി സൈഡ്സ് മാത്രമല്ല ഞാൻ പോസ്റ്റ് ചെയ്തിട്ട്, എന്റെ വളരെ വൾണറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ്, എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള പരാജയങ്ങൾ, ഇതുകൂടെ പറയാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അത് എന്റെ ചുറ്റുമുള്ള ആളുകളെ ബാധിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറയാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ കമ്പാരിസൺ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റേഴ്സ് ചെയ്യുന്നവരുടെ ഹോം മേക്കിങ്ങിലാണ്, ആസ്തറ്റിക് ആയിട്ടുള്ള വീടുകളിലാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഒരു ചായ വാരുന്ന കപ്പില് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കപ്പ് യൂസ് ചെയ്തിട്ട് ഒരു ഇൻഫ്ലുവൻസർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു ടെൻഡൻസി വരുവാണ്. പക്ഷെ എന്റെ വീട്ടിലുള്ള സ്റ്റീൽ ഗ്ലാസ്സിൽ ചായ കുടിക്കുന്ന സമയത്ത്, ഒരു കുപ്പി ഗ്ലാസ്സിലൊരു ചായ കുടിക്കുന്ന സമയത്ത് അത് പോരാ, ദാറ്റ് ഈസ് നോട്ട് ഇനഫ്. ഒരു കപ്പ് എനിക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് യൂസ് സെയിം ആണ് എന്ന് ആലോചിക്കണം. ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ കണ്ടില്ല എന്ന് വിചാരിക്കുക, അങ്ങനെ ഒരു വീഡിയോ നമ്മൾ കാണുന്നില്ല, നമ്മൾ നമ്മുടെ ലൈഫിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും, നമുക്ക് ചില്ലി ഗ്ലാസ് ചായ കുടിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ ആ കപ്പ് കണ്ടുപോയി, ആ കപ്പിൽ ചായ കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആസ്തറ്റിക്സ് നമുക്ക് ഇഷ്ടമായി പോയി, സോ നമ്മളത് പോയി വാങ്ങിക്കുവാണ്. അപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് നമുക്കത് ശരിക്കും ആവശ്യമാണോ എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ സോഷ്യൽ മീഡിയയിൽ മനുഷ്യന്മാരുടെ ഇൻസെക്യൂരിറ്റീസിനെ ഏറ്റവും കൂടുതൽ മുതലെടുക്കുന്നത് ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നത്തിങ് അഗെയിൻസ്റ്റ് ദം, ബിക്കോസ് മേ ബി അതവരുടെ പ്രൊഫഷൻ ആയിരിക്കാം, അവരുടെ കരിയർ ആയിരിക്കാം. പക്ഷേ ആളുകളുടെ ഉള്ളിൽ അവർ ഉണ്ടാക്കുന്ന ഒരു തോന്നലുണ്ട്, ലൈക്ക് ഇന്നൊരു കാര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത് ബാഡ് ആണ്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അവർക്കൊരു പരിഹാരം ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു അണ്ടർആം ഡാർക്ക്നെസ് നിങ്ങൾക്ക് ഉണ്ടെന്ന് വിചാരിക്കുക, അത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ സ്കിൻസിനെ സംബന്ധിച്ചിട്ട് നമുക്ക് ഒബ്വിയസ്ലി ഒരു അണ്ടർആം ഡാർക്ക്നെസ് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. പക്ഷെ അവർ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ സ്ലീവ്ലെസ് ഇട്ട് പുറത്ത് പോകുന്ന സമയത്ത് അണ്ടർആം ഡാർക്ക്നെസ് ഉണ്ടാകുന്നത് ഒരു പ്രശ്നമല്ലേ? കൈ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻസെക്യൂരിറ്റി അനുഭവപ്പെടാറില്ലേ? ഇപ്പൊ അതിൽ ഇൻസെക്യൂർ അല്ലാത്ത ആളുകളോട് പോലും ഇത് ശരിയല്ല, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം
ഉണ്ടായിരുന്നു. ഇതൊരു പ്രശ്നമായിട്ടാണ് പറയുന്നത്. ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. അത് ആളുകളുടെ പെർസ്പെക്റ്റീവിൽ ഒരു ചേഞ്ച് കൊണ്ടുവരികയാണ്. ഇതൊരു പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട്, ഞാൻ ഇന്ന ക്രീം ഉപയോഗിച്ചു, ഞാൻ 6 മാസം ഇന്ന ക്രീം ഉപയോഗിച്ചു, എന്റെ അണ്ടർ ഡാർക്ക്നെസ് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വീഡിയോ ഇടുന്നത്. മേ ബി ഇവർക്ക് ഓൾറെഡി ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാവില്ല. മേ ബി ഇവര് ഫിൽറ്റർ ഇട്ടിട്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിക്കുന്ന വീഡിയോ മേ ബി റിയൽ പോലും ആവില്ല. മേ ബി ഇവർക്ക് കിട്ടുന്ന ഒരു സ്പോൺസേർഡ് പ്രൊഡക്റ്റിന്റെ ഭാഗമായിട്ട് ഒരു 1 day കൊണ്ട് ഇവർ ചെയ്യുന്ന വീഡിയോ ആയിരിക്കാം ഇത്. അപ്പം ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മുടെ ഉള്ള ഇൻസെക്യൂരിറ്റീസിനോട് പറയാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബെറ്റർ ആവും. സോ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ പോയിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുവാണ്. ഇപ്പൊ നിങ്ങളുടെ ഹെയർ, നിങ്ങൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സിനെ കാണുമ്പോൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള സിൽക്കി ആയിട്ടുള്ള ഹെയറിലാണ് നമ്മൾ കാണാറ്. ഇവൻ സിനിമകളിൽ നോക്കുവാണെങ്കിലും ഇപ്പം വരുന്ന ആക്ടേഴ്സിന്റെ ഒക്കെ ഹെയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെയർ ആയിരിക്കും. പക്ഷെ നിങ്ങളൊരു 90s കാലഘട്ടത്തിലേക്കൊക്കെ നോക്കി നോക്കിയാൽ അപ്പൊ ആ സമയത്ത് വളരെ ഫ്രിസി ഹെയർ ഉള്ള നായികമാരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോർട്രേ ചെയ്തിട്ടുള്ള ഒരു ഫിലിം ഇൻഡസ്ട്രി നമുക്ക് ഉണ്ടായിരുന്നു. അതേപോലെ ആ ഒരു നമ്മുടെ റിയൽ ലൈഫിൽ ആക്ച്വലി എങ്ങനെയാണോ നമ്മള് ഒരു ഇന്ത്യക്കാരുടെ ഹെയർ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഹെയർ എങ്ങനെയാണോ അതുപോലെ തന്നെ അതിനെ പോർട്രേ ചെയ്തിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ ഇൻസെക്യൂർ ആണ്. അതുകൊണ്ട് നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യാൻ പോകും, നമ്മൾ സ്പാ ചെയ്യാൻ പോകും. ഈ സെൽഫ് കെയർ എന്ന് പറയുന്നത് സെൽഫ് കെയർ എന്നുള്ളത് ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറുകയാണ്. അത് നിങ്ങളെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ പാമ്പർ ചെയ്യാൻ ഉദ്ദേശിച്ച് നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും ആക്ച്വലി നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അറിയാതെ ഇൻജെക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. അപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം കണ്ടിട്ട് നിങ്ങൾ അതിന്റെ പിറകെ പോകുന്നതിന് മുൻപേ, അല്ലെങ്കിൽ ഇത് ചെയ്താലാണ് എനിക്ക് ബെറ്റർ ആവുക, അല്ലെങ്കിൽ ഇതെനിക്ക് വേണം എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു ആഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി അവര് നിങ്ങളെ യൂസ് ചെയ്യുക എന്നുള്ളൊരു അർത്ഥം കൂടെ അവിടെ വരുന്നത്. ഭയങ്കരമായിട്ട് ഹെൽത്തിനും ഫിറ്റ്നസിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളെയാണ് നമ്മൾ നമ്മുടെ ചുറ്റും കാണുന്നത്. അതൊരു ബാഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ടേക്കിംഗ് കെയർ ഓഫ് യുവർ ഹെൽത്ത്, ടേക്കിംഗ് കെയർ ഓഫ് യുവർ ബോഡി ഈസ് റിയലി 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 ഇമ്പോർട്ടൻറ്റ്. പക്ഷേ അതൊരിക്കലും സോഷ്യൽ മീഡിയയിൽ ആളുകൾ ചെയ്യുന്ന അതേ ആസ്പെക്ട്സിൽ നമ്മൾ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇവർ രാവിലെ എഴുന്നേറ്റിട്ട് ചിയാ സീഡ്സ് കഴിക്കുന്നുണ്ടാവും, സോഫ്റ്റ് ബദാംസ് കഴിക്കുന്നുണ്ടാവും, 10 ലിറ്റർ വാട്ടർ കുടി, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ ഒരു ബിസി ഡേയിൽ നമുക്ക് എത്രമാത്രം ഇതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം. സോ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യാതെ നമ്മുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മുടെ ലൈഫുമായിട്ട് ഒത്തുപോകുന്ന രീതിയിലുള്ള ഗോൾസ് സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഇപ്പം ചില ആളുകൾ ജിമ്മിൽ പോയിട്ട് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. ആക്ച്വലി ഒരു ജിമ്മിൽ ഒരു ബേസിക് ഒരു സ്റ്റാൻഡേർഡ് ജിമ്മിൽ 1 month നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു 1,300 rupees നിങ്ങൾക്ക് ചിലവാകും. അപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻസ്, മേ ബി ഡിഗ്രിക്കൊക്കെ ചെയ്യുന്ന സ്റ്റുഡൻസ്, അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആളെ സംബന്ധിച്ചിട്ട് ഒരു 1000 രൂപ മന്ത്ലി ജിമ്മിൽ കൊടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. മേ ബി ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ സംബന്ധിച്ചെങ്കിൽ, ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കതൊരു വിഷയമായിരിക്കില്ല. അവർ ചിലപ്പോൾ 2 ദിവസമായിരിക്കും ജിമ്മിൽ പോകുന്നുണ്ടാവുക. ആ 2 ദിവസത്തെ വീഡിയോ ആയിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. പക്ഷെ നമ്മുടെ ഒരു 1,000 rupees 1,300 rupees നമ്മൾ ജിമ്മിൽ സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അത് ഒരു പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഭയങ്കര ഹാർഡാണ് ആ ഒരു കാര്യം. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഈ ജിമ്മിൽ പോയിക്കൊണ്ട് മാത്രമേ ഫിറ്റ്നസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് നടക്കാൻ പോവാം, നിങ്ങൾക്ക് ഓടാൻ പോവാം, നിങ്ങൾക്ക് വീട്ടിൽ വർക്ക്ഔട്ട് ചെയ്യാം. ആൻഡ് ഈ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വളരെ ആസ്തറ്റിക് ആയിട്ടുള്ള ഡ്രസ്സസ് ഇട്ട് മാത്രം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. മിക്കവാറും ഞാൻ ജിമ്മിൽ പോകുന്നത് ഞാൻ ഭയങ്കര ഓവർ സൈസ് ടീഷർട്ട് ഇട്ടിട്ട് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് വേണോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ തന്നെയാണോ ഇതിൽ എനിക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇത് തന്നെ ഞാൻ ഫോളോ ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. ഈ ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സിന്റെ കയ്യിലൊക്കെ നിങ്ങൾ ഒരു കൺസീലർ ആണെങ്കിലും, ഒരു ലിപ്സ്റ്റിക് ആണെങ്കിലും, ഒരു ഐബ്രോ ആണെങ്കിൽ, ഐലാഷ് ആണെങ്കിൽ, ഇതൊക്കെ ഒരുപാട് ഷെയ്ഡ്സ് അല്ലെങ്കിൽ ഒരുപാട് എണ്ണം കാണും. ഇപ്പൊ നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങളൊരു മേക്കപ്പ് ഇൻഫ്ലുവൻസർ അല്ല, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരുപാട് വലിയ വലിയ ഫംഗ്ഷൻ ഒന്നും പോകുന്ന ആളല്ല, നിങ്ങൾ ഡെയിലി ജസ്റ്റ് കോളേജിൽ പോകുന്ന ഒരാളാണ്, വർക്കിന് പോകുന്ന ഒരാളാണെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് ബേസിക് ആയിട്ട് വേണ്ട ഒരു 1-2 കാര്യങ്ങൾ, അല്ലെങ്കിൽ സെയിം പ്രൊഡക്റ്റിന്റെ ഒരു 1-2 വേരിയന്റ് നിങ്ങൾക്ക് മതി. ഞാൻ ആക്ച്വലി എല്ലാ പ്രൊഡക്റ്റിന്റെ ഒരു വേരിയന്റ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കതിൽ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. അപ്പൊ ഇങ്ങനെ നിങ്ങളെ കൊണ്ട് ഭയങ്കരമായിട്ട് കാര്യങ്ങൾ കൺസ്യൂം ചെയ്തിട്ട് ഈ കാര്യം വാങ്ങിക്കുക, നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസിനെ നിങ്ങളെ കമ്പയർ ചെയ്യുന്ന രീതിയിൽ അത് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ പ്രൊട്ടക്റ്റുകളായിട്ട് നമ്മളെ മാറ്റുക എന്നുള്ള ഒരു കാര്യം ഇൻഡയറക്ട്ലി സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന 90% ഓഫ് ലൈഫ്, അല്ലെങ്കിൽ 90% ഓഫ് കണ്ടന്റ് ഇസ് എ ലൈഫ്. എല്ലാം അങ്ങനെയാണ് എന്നല്ല, പക്ഷേ നിങ്ങൾ എപ്പോഴും കാണുന്നത് എല്ലാത്തിന്റെയും ഒരു ബെസ്റ്റ് എഡിറ്റഡ് ഫിൽറ്റേർഡ് വേർഷൻ തന്നെയായിരിക്കും. അപ്പൊ ഈ വേർഷൻ വെച്ചിട്ട് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു 30 സെക്കൻഡ് വെച്ചിട്ട് നിങ്ങൾ ഒരു
എൻറ്റയർ ഡേ അല്ലെങ്കിൽ ഒരു എൻറ്റയർ ലൈഫ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നതിൽ ഒരു കാര്യവുമില്ല. നിങ്ങളൊരു 25 വയസ്സിൽ സക്സസ് ആയിട്ടുള്ള, ഒരു വീട് വാങ്ങിയിട്ടുള്ള, കാറ് വാങ്ങിയിട്ടുള്ള, എല്ലാം കൊണ്ടും സക്സസ് ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ കാണുന്നുണ്ടാവും. ബട്ട് റിയൽ ലൈഫിൽ ആക്ച്വലി ഒരു 10, 35, 40 വയസ്സിലൊക്കെയാണ് ഒരു മനുഷ്യൻ ആക്ച്വലി ബേസിക് ആയിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് അവരുടെ വലിയ വലിയ ഗോൾസ് അച്ചീവ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഇസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്, അല്ലെ? അതൊരു റോങ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പം നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ കാണുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈഫ് വെച്ചിട്ട് നിങ്ങളുടെ ലൈഫ് ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടൂളാണ്, ഒരു നൈഫാണ്. ആ നൈഫ് സർജൻസ് മേ ബി ഓപ്പറേഷന് യൂസ് ചെയ്യും. ഇതേ നൈഫ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരാളെ കൊല്ലാനും പറ്റും. അപ്പം സോഷ്യൽ മീഡിയ എന്നുള്ളൊരു ടൂളില് തള്ളേണ്ടത് തള്ളാനും കൊള്ളേണ്ടത് കൊള്ളാനും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എന്താണ് റിയൽ അല്ലെങ്കിൽ എന്താണ് റീല് എന്നുള്ളൊരു കാര്യം ഉൾക്കൊണ്ട് പല ആളുകളും ചെയ്യുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ പല സാധനങ്ങളും വാങ്ങിയാൽ നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആവും എന്ന ആളുകൾ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ലൈഫ് സ്റ്റോറി ഒക്കെ വെച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ വളരെ ആസ്തറ്റിക് ആയിട്ട് അവതരിപ്പിക്കുന്ന സമയത്ത്, നിങ്ങളൊരു സാധനം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നതിന് മുൻപേ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്കത് ശരിക്കും വേണം? ഇത് വാങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നിങ്ങളുടെ ലൈഫിൽ അതുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ടോ? നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് ഏൺ ചെയ്ത മണി ഇതിന് വെർത്താണോ എന്നുള്ളൊരു കാര്യം കൂടെ ചിന്തിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വളരെ ലോങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. എത്ര പറഞ്ഞാലും നമുക്ക് ഓരോ സിമ്പിൾ കാര്യങ്ങൾ എടുത്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ വഴിയിട്ട് ഒരു 5 വർഷം കൊണ്ട് ഒരു കരിയർ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ബ്രേക്ക് എടുക്കാറുണ്ട്. ഇപ്പൊ ബുക്കിന്റെ ഒക്കെ റിലീസ് നടക്കുന്ന സമയത്ത് ഇറ്റ് ഇസ് ലൈക്ക് അത്ര പോസിബിൾ അല്ല. പക്ഷെ അല്ലാത്ത സമയങ്ങളിൽ ഞാനൊരു 1 മാസം 2 മാസം ഒക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ബ്രേക്ക് എടുത്ത് നിന്നിട്ടുള്ള ഒരാളാണ്. ഞാൻ ഡെയിലി ഒരു ഹാഫ് ആൻ അവർ ഒക്കെയാണ് ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക. മെയിൻലി ഞാനൊരു 10-20 മിനിറ്റ് മെസ്സേജസിന് റിപ്ലൈ കൊടുക്കാനും മേ ബി ഒരു 20 മിനിറ്റ് ഞാൻ റീല് മേ ബി സ്ക്രോൾ ചെയ്യായിരിക്കും, ഫ്രണ്ട്സ് അയച്ച റീലൊക്കെ നോക്കായിരിക്കും. അതിനപ്പുറം ഞാൻ ആക്ച്വലി സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന നിങ്ങളുടെ ടൈം അല്ലെങ്കിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന നിങ്ങളുടെ ടൈം, നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ടൈം തന്നെയാണ്. അപ്പൊ അത് വൈസായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഈ ചെയ്യുന്ന വീഡിയോ തന്നെ ഇല്ല, ഇതിപ്പോ നിങ്ങൾക്ക് ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഒരു 20 മിനിറ്റിന്റെ വീഡിയോ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ഒരു 4-5 പ്രാവശ്യം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടാവും. 4-5 പ്രാവശ്യം എനിക്ക് വാക്കുകൾ കിട്ടാതെ, ഇത് ഞാൻ പറയുന്നത് ശരിയാവാതെ, ഞാൻ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ കട്ട് ചെയ്തിട്ട് വീഡിയോസ് ആയിരിക്കും ഞാൻ ഇടുന്നുണ്ടാവുക. അങ്ങനെ ഇടരുതെന്ന് ഞാൻ ആഗ്രഹിച്ച പോലും പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം വരുന്നതുകൊണ്ട് ഞാനത് കട്ട് ചെയ്യാറുണ്ട്. അപ്പോ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഒരു 20 മിനിറ്റ് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കുന്ന എന്റെ വീഡിയോയിൽ ഒരുപാട് ഇംപെർഫെക്ഷൻസ് ഉണ്ട്. ആ ഇംപെർഫെക്ഷൻസിനെ ഒരു ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, മേ ബി നിങ്ങൾക്ക് അത് കാണുമ്പോൾ കുറച്ചുകൂടി ഫ്ലുവന്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനത് കട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ കാണുന്ന പല കാര്യങ്ങളും റിയൽ അല്ല. സോ പ്ലീസ് ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് ദി 30 സെക്കൻഡ് ഫിൽറ്റേർഡ് സോഷ്യൽ മീഡിയ ലൈഫ്സ്. ലൈക്ക് അത് ഭയങ്കരമായിട്ടുള്ള ഒരു ലൈ ആണ്. അപ്പൊ ആ ലൈ വിശ്വസിക്കാതിരിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടുന്ന ടൈം വളരെ വൈസായിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്നത്, നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയെങ്കിലുമൊക്കെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ലേൺ ചെയ്യാൻ യൂസ് ചെയ്യാം, നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്യാം. അല്ലാതെ ഇന്നത് ബെറ്റർ, ഇന്നത് നല്ലതല്ല എന്നുള്ള റിവ്യൂസിൽ അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ആളുകളെ കൊണ്ട് ആ ഒരു നിങ്ങൾ മറ്റുള്ളവരുടെ യൂസേഴ്സ് ആവാതിരിക്കുക. യൂസേഴ്സിന്റെ ബേസ് ദാറ്റ് യു ക്യാൻ ലൈക്ക് നിങ്ങൾക്ക് ഒരാളുടെ ഫാൻ ആവാന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരാളുടെ വെൽവിഷർ ആവാം. പക്ഷെ ബ്ലൈൻഡ് ആയിട്ട് നിങ്ങൾ ഒരാളെ ട്രസ്റ്റ് ചെയ്തിട്ട് അയാൾ പറയുന്നത് എല്ലാം ശരിയായിരിക്കും ഒന്നും എടുക്കാൻ നിൽക്കണ്ട. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ ഇപ്പൊ ഞാൻ എന്റെ ശരികളാണ് പറയുന്നത്. ഈ ശരികൾ ഒരിക്കലും നിങ്ങളുടെ ശരികളാവണം എന്നൊരു നിർബന്ധവും ഇല്ല. അപ്പം നിങ്ങൾ എന്ത് കണ്ടാലും നിങ്ങൾ എന്ത് കേട്ടാലും തള്ളേണ്ടത് തള്ളാനും കൊള്ളേണ്ടത് കൊള്ളാനും പഠിക്കുക. ആൻഡ് ജസ്റ്റ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് സോഷ്യൽ മീഡിയ ഇസ് എ ടൂൾ ആൻഡ് ഇറ്റ് ഇസ് യുവർ ചോയ്സ് ഹൗ ടു യൂസ് ഇറ്റ്. ബൈ.